കഴിഞ്ഞ 17-ാം തീയതി, അതായത് തിങ്കളാഴ്ച ദിവസം, അന്നാണ് നമ്മുടെ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് അത്തമുദിക്കുന്നത്. അത്തം ദിനത്തിൻ്റെ രാവിലെ ഒരു പെൺകുട്ടി, ഏകദേശം ഒരു 10-13 വയസ്സ് പ്രായമുണ്ടാവും. ആ പെൺകുട്ടി കരുവാറ്റ മാടപ്പുരയ്ക്കൽ എന്ന് പറയുന്ന വീട്ടിലേക്ക്, മാടപ്പുരയ്ക്കൽ പടിയിറ്റതിൽ എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. ആ പെൺകുട്ടി നേരെ ആ വീടിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നു. വീട് പുറത്ത് നിന്നൊക്കെ ലോക്ക് ചെയ്തിലാണ്, വീട് കഥ തുറന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു 9:30-10 മണി ആ സമയമായിട്ടുണ്ടാവും. ആ പെൺകുട്ടി നേരെ വീട്ടിലേക്ക് വന്ന്, അവിടെ താമസം അവരുടെ മുത്തശ്ശനാണ്, അപ്പൂപ്പനാണ് അവിടെ താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 10-65 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കാണ്, അത്യാവശ്യം കയ്യിൽ സ്വർണവും കാശും ഒക്കെ ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നില്ല. ഭാര്യ ഒരു മകളുടെ പ്രസവ ആവശ്യത്തിന് വേണ്ടി ആലപ്പുഴ വണ്ടാനം എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ അവർക്കൊപ്പം കൂട്ടിരിക്കുകയാണ്. പെൺകുട്ടി കുതിച്ചു കയറി വന്നു, അവിടെയെല്ലാം അപ്പൂപ്പ എന്ന് വിളിച്ചു. പക്ഷേ അവിടെ നിന്ന് ആരും വിളി കേട്ടില്ല. അപ്പോൾ വീടിന് ചുറ്റും നടന്ന് വിളിച്ചു, അപ്പോഴും ആരും വിളി കേൾക്കുന്നില്ല, ആരുടെയും അനക്കമൊന്നുമില്ല. ആ കുട്ടിക്ക് അറിയാം അപ്പൂപ്പൻ തനിയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഈ ഭാര്യ, ഈ മകളും അല്ലെങ്കിൽ അമ്മൂമ്മയും കൂടി പ്രസവ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ മറ്റൊരു വീട്ടിൽ ആക്കിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പം മുത്തശ്ശനാണെങ്കിൽ തൊട്ടടുത്ത പറമ്പുകളിലായിട്ട് പെൺമക്കൾ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ആ വീട് പണിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ആയിട്ടാണ് ഇവർ വാടകയ്ക്ക് ആ ഒരു വീട് എടുത്തിട്ട് താമസിക്കുന്നത്. ഒരു വാടക വീടാണ്. അപ്പോൾ ഈ ശിവൻകുട്ടി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ ശിവൻകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഈ ചെറുമകൾ അവിടേക്ക് വന്നതാണ്. അപ്പോൾ വിളിച്ചിട്ടൊന്നും അനക്കമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടി നോക്കി, അവിടെ ആരെയും കാണുന്നില്ല. അപ്പോൾ വീട് തള്ളി നോക്കി, ഇല്ല, തള്ളിയിട്ട് തുറക്കുന്നില്ല. കാരണം അത് അകത്ത് നിന്ന് ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ നേരം കഴിഞ്ഞിട്ടും അനക്കമൊന്നും ആ വീടിനുള്ളിലും കാണാത്തതുകൊണ്ട് ഈ കുട്ടിക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. അങ്ങനെ ഈ 13 വയസ്സുകാരിയായ കുട്ടി പുറത്തേക്ക് ഇറങ്ങി അയൽവക്കക്കാരോട് പറഞ്ഞു, അതെ, ഞാൻ ഒരു പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അപ്പൂപ്പനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. അപ്പോഴാണ് കതക് അടച്ചിരിക്കുകയാണ്. അവൻ മോളൊന്ന് വിളിച്ചില്ലേ? അവൻ വിളിച്ചിട്ട് അനക്കമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ അത് കതക് അകത്തുനിന്ന് പൂട്ടിയ നിലയിലാണുള്ളത് എന്നൊക്കെ ഈ കുട്ടി അയൽവക്കക്കാരോട് പറഞ്ഞു. അപ്പോൾ അയൽവക്കക്കാർക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അയൽവക്കത്തുള്ളവരെല്ലാവരും കൂടി വന്ന് കതകെല്ലാം നോക്കി, അനക്കമൊന്നുമില്ല. അപ്പോൾ നോക്കിയപ്പോൾ അകത്തൊരാൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ മനസ്സിലായി ശിവൻകുട്ടി എന്ന് പറയുന്ന ആളിന് എന്തോ അപായം പറ്റിയിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ ഉറപ്പിച്ചു. അങ്ങനെ അവർ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. കതക് തുറന്ന് അങ്ങനെ ഒരിടത്തേക്ക് കയറാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു. പോലീസ് സ്ഥലത്തെത്തി ആ കതക് ചവിട്ടി തുറന്ന് അല്ലെങ്കിൽ പൂട്ട് പൊളിച്ച് അവർ വീടിനുള്ളിലേക്ക് കയറുന്നു. വീടിനുള്ളിലേക്ക് കയറുന്ന കാഴ്ച കണ്ട് പോലീസുകാരും അടക്കം ഞെട്ടിപ്പോയി. ചെറിയൊരു ദുർഗന്ധം അവിടെ നിന്ന് ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ഒരു വൃത്തികെട്ട സ്മെല്ല്, ഒരു എന്താ പറയുക, എന്തോ ഒരു ചീഞ്ഞ നാറ്റം പോലെ അവിടെ നിന്ന് തോന്നി തുടങ്ങി. അതൊക്കെ മറികടന്നുകൊണ്ട് പോലീസ് അകത്ത് കയറിയപ്പോൾ അവിടെയെല്ലാം മുളക് പൊടി വിതറിയിരിക്കുന്നു. പ്രഥമ ദൃഷ്ടിയെ തന്നെ പോലീസിന് മനസ്സിലായി ആരോ ആ വീടിനുള്ളിൽ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ഈ 13 വയസ്സുകാരി പെൺകുട്ടിയുടെ മുത്തശ്ശൻ, അതായത് അപ്പൂപ്പൻ, അവിടെ മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ എന്തോ സാധനം ഉപയോഗിച്ച്, സാരി ഉപയോഗിച്ചിട്ട് കഴുത്ത് വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. വിവസ്ത്രനാണ് അദ്ദേഹം, പൂർണ്ണ നഗ്നനായിട്ടാണ് ആ ശിവൻകുട്ടി അവിടെ മരിച്ചു കിടക്കുന്നത്. കൈകൾ പിന്നിൽ, കൈയും കെട്ടിയിട്ടുണ്ട്, കാലും കെട്ടിയിട്ടുണ്ട്. കൈകൾ പിന്നിലേക്കാക്കിയാണ് ആ മൃതദേഹം കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോഴേക്ക് മനസ്സിലായി ഇതൊരു കൊലപാതകമാണ്. പെട്ടെന്ന് എല്ലാവരും കൂടെ ചേർന്ന് 13 വയസ്സുകാരി കുട്ടിയല്ലേ, ഇതൊന്നും കാണണ്ട എന്ന് കരുതി ആ പെൺകുട്ടിയെ പിടിച്ചൊരു വശത്തേക്ക് മാറ്റിയിരുത്തി. എങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ആദ്യമായി അറിയുന്നത് ആ പെൺകുട്ടിയാണല്ലോ. അപ്പോൾ പോലീസ് ഉടനെ അവിടെ നിന്നുള്ള, എനിക്ക് തോന്നുന്നു ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരാണ് എത്തിയത്. അപ്പോൾ അവിടെ നിന്നുള്ള ബാക്കിയുള്ളവരെയൊക്കെ വിവരം അറിയിക്കുന്നു. പോലീസിൽ നിന്ന് CI അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നു. ഫോറൻസിക്കിനെ വിവരം അറിയിക്കുന്നു, ഡോഗ് സ്ക്വാഡിനെ വിവരം അറിയിക്കുന്നു. അപ്പോൾ അങ്ങനെ പോലീസുകാർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്ക് ഫോറൻസിക്കുകാർ വരുന്നു, ഡോഗ് സ്ക്വാഡ് വരുന്നു. അപ്പോൾ വീട് പോലീസ് മൊത്തത്തിൽ പരിശോധിച്ചപ്പോൾ ആ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ അലമാര കുത്തി തുറക്കുകയും അവിടെ നിന്ന് ആഭരണങ്ങളോ പണമോ ഒക്കെ മോഷണം പോയതായി മനസ്സിലായി. അങ്ങനെ പോലീസുകാർക്ക് മനസ്സിലായി ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് കവർച്ചാ ശ്രമത്തിനിടയിലുണ്ടായ ഒരു പിടിവലിയിലോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മർഡർ ഫോർ ഗെയിൻ എന്നുള്ള വിഭാഗത്തിലേക്ക് അവരതിനെ ഉൾപ്പെടുത്തി. അങ്ങനെ പരിശോധന പൂർത്തിയായിക്കൊണ്ടിരിക്കുക. ഡോഗ് സ്ക്വാഡ് വന്നു. അപ്പോൾ ഡോഗ് സ്ക്വാഡ് വന്നപ്പോൾ
സ്നിഫർ ഡോഗ് വന്നതിന് ശേഷം മണം പിടിച്ച് അവിടെ ഒരു വേറൊരു കെട്ടിടത്തിൻ്റെ ഭാഗത്തേക്ക് ഡോഗ് ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ പിന്നീട് ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തി. ഫോറൻസിക് പരിശോധന നടത്തിയപ്പോൾ കഴുത്തിൽ എന്തോ ഒരു സാരി പോലെയുള്ളൊരു വസ്തു കൊണ്ട് കഴുത്ത് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ച് അയാളെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിവരം അവർക്ക് മനസ്സിലായി. പിന്നീട് ക്രൈം സീനൊക്കെ പരിശോധിച്ചു. ക്രൈം സീൻ പരിശോധിച്ചപ്പോൾ ആരോ കുറച്ച് പേർ ചേർന്നിട്ട് ഈ വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. അതുകൊണ്ടാണ് മുൻവശത്തെ വാതിലെല്ലാം അകത്തു നിന്ന്, അല്ലെ വാതിലുകളെല്ലാം അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കാണപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ആരൊക്കെയോ അതിക്രമിച്ച് ഈ വീടിനുള്ളിലേക്ക് കയറി. ഈ വീടിനുള്ളിലേക്ക് കയറിയതിന് ശേഷം ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപ്പെടുത്തി കവർച്ചാ ശ്രമത്തിനിടയിൽ ഇയാൾ തടയാൻ ഒരുപക്ഷെ ശ്രമിച്ചിട്ടുണ്ടാകാം, അതിനിടയിൽ കൊല്ലുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ പോലീസ് നിഗമനത്തിലെത്തിച്ചേർന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മൃതദേഹത്തിന് ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കവും അവർക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ മനസ്സിലായി. അങ്ങനെ ഫോറൻസിക്കുകാർ പരിശോധിച്ചപ്പോൾ കഴുത്തിൽ കുരുക്കിട്ടതിൻ്റെ പാടുകളും ഒക്കെ ആ മൃതദേഹത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. അതോടൊപ്പം പിന്നീട് മൃതദേഹം പതുക്കെ ആലപ്പുഴ അരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നു. പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്നപ്പോഴാണ് ഇപ്പോൾ മരണകാരണമായി ഈ കഴുത്തിൽ ഈ കയറിട്ട് മുറുക്കിയതിനെ തുടർന്നുണ്ടായ ശ്വാസം മുട്ടിയുള്ള മരണം എന്ന് പോലീസ് ഒടുവിൽ നിഗമനത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇനി അന്വേഷണത്തിലേക്ക് പോകണമല്ലോ. ആദ്യം തന്നെ ആ പെൺകുട്ടിയെ വിളിച്ചു, 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ വിളിച്ചു. പെൺകുട്ടിയെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്തു. അപ്പോൾ പെൺകുട്ടി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുമല്ലോ. സ്വന്തം മുത്തശ്ശനാണ് മരണപ്പെട്ടത്, അതും ഈ രീതിയിൽ ഒരു കൊച്ചു പെൺകുട്ടി, 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി കാണാൻ പാടില്ലാത്ത തരത്തിലാണ് ആ മൃതദേഹം കിടന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശനിയാഴ്ചയോടുകൂടിയാണ്, അതായത് മരണം നടന്നിട്ട് ഏകദേശം 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ അത് അഴുകി തുടങ്ങുകയും ചെയ്തിരുന്നു ശിവൻകുട്ടിയുടെ മൃതദേഹം. അങ്ങനെ ഇതെല്ലാം വന്നു, റിസൾട്ടൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരുന്നു. അപ്പോൾ അന്വേഷണം നടത്തിയപ്പോൾ പിന്നിൽ, അതായത് വീടിൻ്റെ പിൻഭാഗത്ത് ഉള്ള ഒരു ബാത്റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു വെന്റിലേഷൻ ഉണ്ട്. ആ വെന്റിലേഷൻ പൊളിച്ചിട്ടാണ് അക്രമികൾ ഇതിനുള്ളിലേക്ക് കടന്നുകൂടിയത്. അങ്ങനെ അകത്തേക്ക് കയറുകയും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ മോഷ്ടിക്കുകയും ചെയ്തു. ഒരാൾ ആയിരിക്കില്ല, ഒന്നിലധികം ആളുകൾ സംഘത്തിലുണ്ടായിരുന്നു എന്ന് തന്നെയായിരുന്നു പോലീസിന്റെ നിഗമനം. അപ്പോൾ ഈ പറയുന്ന വിരലടയാള വിദഗ്ധരുണ്ടായിരുന്നു. അവർ വന്നതിന് ശേഷം വിരലടയാളമെല്ലാം പരിശോധിച്ചു. അപ്പം അതായത് അവിടെ ഉണ്ടായിരുന്ന ആ വെന്റിലേഷനോട് ചേർന്ന് പിടിച്ചതിൻ്റെ വിരലടയാളം അവർക്ക് ലഭിച്ചു. അലമാരയുമായി ചേർന്നിട്ട് ഉള്ള വിരലടയാളം അവർക്ക് കിട്ടി. അതോടൊപ്പം തന്നെ ഇയാളുടെ ശരീരത്തിൽ നിന്നുള്ള വിരലടയാളങ്ങളും എല്ലാം ഈ വിരലടയാള വിദഗ്ധർ വന്ന് കളക്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതായി തോന്നിയവർക്ക്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ പെൺകുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പെൺകുട്ടി, 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി പറയുന്ന രീതിയിലല്ല ഒരു മരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന സ്വന്തം അപ്പൂപ്പനെ കുറിച്ചോ ഒക്കെ പറയുന്നത്. നാട്ടുകാരിൽ ചിലരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ കുട്ടി ഇവിടെ അല്ല താമസം, ഈ കുട്ടിയെ മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ കുട്ടി രാവിലെ ആ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും തനിക്കൊരു പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ ബന്ധു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയ പെൺകുട്ടി നേരെ ഈ വീട്ടിലേക്ക് വന്ന് കയറുകയായിരുന്നു എന്ന് അയൽപക്കത്തുള്ള ആൾക്കാരും പോലീസിനോട് പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഈ കുട്ടി വന്നിട്ട് ഞങ്ങളോട് പറയുന്നത്, ഇങ്ങനെ അപ്പൂപ്പ മരിച്ചു എന്ന് തോന്നുന്നു, അവിടെ അകത്ത് കിടക്കുന്നതായി ഞാൻ കണ്ടിരുന്നു, കതവ് പക്ഷേ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് എന്നുള്ള വിവരവും അയൽപക്കത്തുള്ളവരോട് വന്നിട്ട് ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, അവരെല്ലാവരും ഓടിക്കൂടുകയായിരുന്നു. പോലീസ് തുടർന്നും ഈ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് സ്വാഭാവികമായി ഉണ്ടാകേണ്ട യാതൊരു പ്രതികരണവും അല്ലെങ്കിൽ മുഖത്തൊരു ഭാവഭേദമോ വെപ്രാളമോ കരച്ചിലോ അല്ലെങ്കിൽ ഒരു വികാരപ്രകടനം സ്വാഭാവികമായി ഉണ്ടാകും. അത്തരത്തിലുള്ള വികാരപ്രകടനങ്ങളൊന്നും തന്നെ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല എന്ന് പോലീസിനോട് നാട്ടുകാരിൽ ചിലർ മൊഴി നൽകി. ആ പെൺകുട്ടിയോട് പോലീസുകാർ ചോദിക്കുമ്പോഴും ആ പെൺകുട്ടിയുടെ മുഖത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും കാണാനും കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ പോലീസിന് ഈ പെൺകുട്ടിയോട് ചെറിയ സംശയം തോന്നി തുടങ്ങി. ഈ സംശയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം പോലീസ് സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ശേഖരിച്ചിരുന്ന ഈ സാമ്പിളുകൾ, അതായത് വിരലടയാളം അടക്കമുള്ള സാമ്പിളുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം കൂടെ കയ്യിൽ വെച്ചിരുന്നു. അങ്ങനെ പോലീസ് ഒരു അന്വേഷണം നടത്തി. ഈ പെൺകുട്ടി ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുമായിരുന്നു. ആ മൊബൈൽ ഫോണിൽ നിന്നുള്ള CDRകൾ പരിശോധിച്ചു. അതായത് കോൾ റെക്കോർഡിംഗ് ഡേറ്റ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ആ കോളിൽ നിന്നും ഈ കുട്ടി പലരുമായി സംസാരിച്ചതായി മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയോ ചില പ്ലാനിങ് ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. ഈ പെൺകുട്ടി കൂടുതലായി സംസാരിച്ചത് കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറച്ച് കുട്ടികളുമായിട്ടാണ്.
അത് ഏകദേശം 18 വയസ്സിൽ താഴെ പ്രായമുള്ള 16 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളാണ്. അവരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് അവരിലേക്ക് അന്വേഷണം പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരിലേക്ക് അന്വേഷണം പോയപ്പോൾ ഈ കുട്ടി നിരന്തരം ഇവരുമായി സംസാരിക്കും. ഇവരുമായി സംസാരിച്ചിട്ട് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി. അതായത് മുത്തശ്ശൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ട്, അതോടൊപ്പം തന്നെ വീട് പണിക്ക് ആവശ്യമായ കുറച്ച് പണവും ഇരിപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശനെ വകവരുത്തി കഴിഞ്ഞാൽ ആ സ്വർണവും പണവും തനിക്ക് എടുക്കുന്നതിനോടൊപ്പം എന്തിനാണ് സ്വർണവും പണവും എന്ന് ചോദിച്ചാൽ തനിക്ക് ഒരു ഐഫോൺ വാങ്ങണം. ഐഫോൺ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ കൊല്ലാൻ തയ്യാറായി വരുന്നവർക്ക് എന്തായിരിക്കും അതിൻ്റെ ഗുണം? അവർക്ക് സൂപ്പർ ബൈക്ക് വാങ്ങിക്കാം. അതായത് ഈ കൊലപാതകം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് മോഷ്ടിച്ചെടുക്കുന്ന സ്വർണത്തിൽ നിന്നും പണത്തിൽ നിന്നും പങ്ക് വീതം വെച്ചെടുത്തതിന് ശേഷം അവർക്ക് ബൈക്ക് വാങ്ങാനും തനിക്ക് ഐഫോൺ വാങ്ങാനും വേണ്ടി ആ പണം ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് ഈ കുട്ടികൾ എത്തിച്ചേർന്നു. അതായത് 16 വയസ്സുള്ള 3 കുട്ടികളും 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയും, ഇവർ 4 പേരും കൂടി ചേർന്നിട്ടാണ് ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന 65 വയസ്സുകാരനായ ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് കൃത്യമായി അറിയാം. അപ്പോൾ പോലീസിന് മനസ്സിലായി അകത്തുനിന്ന് ഉള്ള ഒരാളുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും അക്രമിക്ക് ഈ വീടിനുള്ളിലേക്ക് കയറാനോ ഇങ്ങനെ ഒരു കൊലപാതകം നടത്താനോ കഴിയില്ല എന്നുള്ള കാര്യം പോലീസിന് ഏറെക്കുറെ ബോധ്യപ്പെടുകയും ചെയ്തു. അതിൽ നിന്നാണ് ഈ കുട്ടിയുടെ ഭാവചേഷ്ടകളിലുള്ള വ്യത്യാസവും കണ്ടതിനെ തുടർന്നാണ് പോലീസ് തീർച്ചയായിട്ടും ഈ 13 വയസ്സുകാരിയായ പെൺകുട്ടിയിലേക്ക് തന്നെ എത്തിയത്. അപ്പോൾ മറ്റേ അമ്മയാണെങ്കിലും ഈ പറയുന്ന പെൺകുട്ടി അവരുടെ അതായത് ഈ ഇദ്ദേഹത്തിൻ്റെ മകളാണെങ്കിലും പ്രസവത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. അപ്പോൾ അവരെ ഇക്കാര്യത്തിൽ സംശയിക്കാൻ കഴിയില്ല. പിന്നെ ആകെ സംശയിക്കാൻ കഴിയുന്ന ഈ പെൺകുട്ടിയാണ്. കാര്യം 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയിൽ നിന്ന് ഇങ്ങനെയൊരു മരണസീൻ കാണുമ്പോൾ ഉണ്ടാകാവുന്ന യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ഉള്ളിൽ വലിയ ക്രൗര്യമുള്ള ഒരു മനസ്സുണ്ട് എന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിഞ്ഞു. അങ്ങനെ നടത്തിയ അന്വേഷണത്തെ തുടർന്നിട്ടാണ് ഈ കുട്ടികളിലേക്ക് 16 വയസ്സ് വീതമുള്ള 3 കുട്ടികളിലേക്ക് കൂടി അന്വേഷണം എത്തിച്ചേരുന്നത്. അങ്ങനെ അന്വേഷണം എത്തിയപ്പോഴാണ് അറിയാൻ കഴിയുന്നത് ഇവർ 3 പേരും, അതായത് ഈ കുട്ടികൾ 3 പേരും കൂടി ഇവരുടെ വീടിൻ്റെ പിൻഭാഗത്തുള്ള വെന്റിലേഷൻ തകർക്കുന്നു. വെന്റിലേഷൻ തകർത്തതിന് ശേഷം ഈ വീടിനുള്ളിലേക്ക് ചാടിയിറങ്ങിയ ഈ കുട്ടികൾ നേരെ സ്വർണവും പണവും ഇരിക്കുന്നത് മോഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ നോക്കി. അപ്പോൾ പെട്ടെന്ന് ഈ ശബ്ദമെല്ലാം കേട്ട് ഉണർന്നെണീറ്റ ശിവൻകുട്ടി പതുക്കെ ഈ കുട്ടികളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അവരോട് ആ അക്രമത്തിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആ മോഷണ ശ്രമത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ആ കുട്ടികൾ വിട്ടില്ല. അവരിൽ ആരോ അദ്ദേഹത്തെ ഉപദ്രവിച്ചതിനെ തുടർന്ന് ഇയാൾ താഴെ വീണു. ആ താഴെ വീണ അയാളുടെ കാലുകൾ രണ്ടും വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചു. അതിനുശേഷം കൈകൾ പിന്നിലേക്ക് വെച്ച് കെട്ടി. ഇതോടുകൂടി ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരാൾക്ക് അനക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി, തനിക്ക് പ്രതികരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സാരി ഉപയോഗിച്ചുകൊണ്ട് അതിഭീകരമായ രീതിയിൽ ഈ 3 പേരും ചേർന്നിട്ട് അതിനെ ടൈറ്റ് ചെയ്ത് പിടിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക 2 പേരാണ് ഈ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരാൾ വീഡിയോ കോളിലായിരുന്നു. ആ വീഡിയോ കോൾ ഈ 13 വയസ്സുകാരിയായ പെൺകുട്ടിയെ അവർ ചെയ്യുന്ന ആ മുത്തശ്ശനെ കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലൈവായി കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ മുത്തശ്ശൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് മരിക്കുന്നത്, അല്ലെങ്കിൽ ആ മുത്തശ്ശൻ്റെ തന്നെ ഒരുപക്ഷെ എടുത്ത് നെഞ്ചോട് ചേർത്ത് പോറ്റി വളർത്തിയ ആ മുത്തശ്ശൻ മറ്റേ 3 പേരുടെ കൈകൾ കൊണ്ട് പിടഞ്ഞു മരിക്കുന്നത് ആ പെൺകുട്ടി വലിയ കൗതുകത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെ അയാളെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവർ 3 പേരും അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണമടക്കം ഏകദേശം 6 പവന് മുകളിൽ ഉണ്ടായിരുന്ന സ്വർണവും അപഹരിച്ചുകൊണ്ട് അവർ വന്ന വഴിയെ തന്നെ തിരികെ പോവുകയും ചെയ്തു. ഇതാണ് അക്ഷരാർത്ഥത്തിൽ അന്ന് ആ വീട്ടിൽ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം രാത്രിയിൽ സംഭവിച്ചത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവർ കാണുന്ന നിരവധി ദൃശ്യങ്ങളിൽ നിന്നും അവർ ആർജിച്ചെടുക്കുന്ന ഒരു വിൽ പവർ ഉണ്ട്. ആ വിൽ പവർ ഒട്ടും നല്ലതിനല്ല. അവർ നേടിയെടുക്കുന്ന ഒരാളെ ഇങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി എത്ര അതിവിദഗ്ധമായിട്ടാണ് ആ കൊലപാതകം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ മരണം കഴിഞ്ഞു. ഞായറാഴ്ച ദിവസം ഈ കുട്ടി ഒരാളോട് പോലും മിണ്ടിയില്ല ഇക്കാര്യങ്ങൾ. ഞായറാഴ്ച ദിവസം മിണ്ടാതെ തിങ്കളാഴ്ച ദിവസം മാത്രം ആ കുട്ടി തനിക്കൊരു പരീക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ വീട്ടിലേക്ക്, ഈ സ്വന്തം മുത്തശ്ശൻ മരിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് ഒരാളുടെയും തുണയില്ലാതെ അവിടേക്ക് എത്തുകയും മുത്തശ്ശനെ വിളിക്കുകയും ചെയ്യുന്നത്. ആ മുത്തശ്ശൻ മരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് തന്നെ വന്ന ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ.
ഇന്ന് നമ്മുടെ കുട്ടികൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സോഷ്യൽ മീഡിയയിൽ വരുന്ന റീലുകളും അതോടൊപ്പം തന്നെ വീഡിയോകളും ഒക്കെ കണ്ട് ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ എന്താണ് കാണുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ബിഗ് പ്ലാനിങ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പദ്ധതി ആ കുട്ടി ആസൂത്രണം ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതാണോ? അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ? അപ്പോൾ ഇതാണ് ഇന്നത്തെ തലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഐഫോണിന് വേണ്ടിയിട്ടും അതോടൊപ്പം സൂപ്പർ ബൈക്കിനും വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ അങ്ങെടുക്കുക.